നമസ്കാരം. വി ആർ ഫാർമ ഗൈഡ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് BPയെക്കുറിച്ചാണ്. BPയുടെ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ BP നോർമലായി കഴിഞ്ഞാൽ മരുന്ന് നിർത്താമോ? അക്കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. BP നോർമലായി ഇനി മരുന്ന് നിർത്താമെന്ന് പലരും കരുതാറുണ്ട്. പക്ഷേ രക്തസമ്മർദ്ദം എന്നത് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ ശരീരത്തെ അകത്തു നിന്ന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് BPയെ പലപ്പോഴും സൈലൻ്റ് കില്ലർ എന്ന് വിളിക്കാറുള്ളത്. പലർക്കും ഒരു സംശയമുണ്ട്, BP മരുന്ന് ഒരിക്കൽ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കണോ? അതിനു മുൻപ് ഒരു കാര്യം മനസ്സിലാക്കണം. BP എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലുകൾ ഉണ്ട്. ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുകയോ മുറുകുകയോ ചെയ്താൽ രക്തം പോകാൻ കൂടുതൽ സമ്മർദ്ദം വേണ്ടിവരും. അപ്പോൾ രക്തസമ്മർദ്ദം കൂടും. ചിലപ്പോൾ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ബ്ലോക്ക് ആകുമ്പോഴും രക്തക്കുഴലുകൾ ചുരുങ്ങുമ്പോഴും രക്തം പോകാൻ കൂടുതൽ സമ്മർദ്ദം വേണ്ടിവരും. അതും BP കൂടാൻ കാരണമാകാം. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഭക്ഷണത്തിൽ കൂടുതൽ ഉപ്പ് ഉൾപ്പെടുത്തുക, അമിതവണ്ണം, വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം, പിന്നെ പാരമ്പര്യ കാരണങ്ങൾ ഇവയും BP കൂട്ടാൻ കാരണമാകാം. BP മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ചില മരുന്നുകൾ രക്തക്കുഴലുകൾ അയയാൻ സഹായിക്കും. ചിലത് ഹൃദയത്തിൻ്റെ ജോലി കുറയ്ക്കും. ചിലത് ശരീരത്തിലെ അധിക ഉപ്പും വെള്ളവും പുറത്തേക്ക് കളയാൻ സഹായിക്കും. അതുകൊണ്ടാണ് BP മരുന്നുകൾ കൃത്യമായി കഴിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. BP മരുന്ന് ജീവിതകാലം മുഴുവൻ വേണമോ? ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരൊറ്റ ഉത്തരമില്ല. ചിലർക്ക് വർഷങ്ങളോളം മരുന്ന് ആവശ്യമായി വരാം. ചിലർക്ക് മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ചിലർക്ക് ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മരുന്ന് തന്നെ നിർത്താൻ വരെ കഴിയാം. പക്ഷെ ഇതെല്ലാം ഡോക്ടർ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം BP നോർമലായത് മരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇത് കണ്ടിട്ട് സ്വയം മരുന്ന് നിർത്തിയാൽ BP വീണ്ടും കൂടാം. അങ്ങനെ BP കൂടുമ്പോൾ പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അകത്ത് ശരീരത്തിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രധാനമായും BP ബാധിക്കുന്നത് ഹൃദയം, വൃക്ക, മസ്തിഷ്കം, രക്തക്കുഴലുകൾ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ BP മരുന്ന് പെട്ടെന്ന് നിർത്തുന്നത് അപകടകരമാണ്. ചിലർക്ക് മരുന്ന് നിർത്തിയതിന് ശേഷം കഠിനമായ തലവേദന, തലകറക്കം, നെഞ്ചുവേദന, സ്ട്രോക്ക് സാധ്യത, ഹൃദയാഘാത സാധ്യത പോലും കൂടാം. ഇനി അടുത്തതായി BP ഉള്ളവർ ഇടയ്ക്കിടെ BP ചെക്ക് ചെയ്യണോ എന്നുള്ളത് നോക്കാം. അതെ, BP ഉള്ളവർ രക്തസമ്മർദ്ദം ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും BP വളരെ കൂടിയാലും അല്ലെങ്കിൽ വളരെ കുറഞ്ഞാലും പുറമേ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. സ്ഥിരമായി പരിശോധിക്കുന്നതിലൂടെ മരുന്ന് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, അളവ് മാറ്റണോ, BP നിയന്ത്രണത്തിലാണോ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കും. വീട്ടിൽ ഡിജിറ്റൽ BP മെഷീൻ ഉണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ രീതിയിൽ പരിശോധിക്കാം. പക്ഷേ റീഡിംഗ് അസാധാരണമായാൽ ഡോക്ടറെ കാണണം. ഇനി BP നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. BP നിയന്ത്രിക്കാൻ മരുന്ന് മാത്രം പോരാ, ഭക്ഷണക്രമവും വളരെ പ്രധാനമാണ്. ഉൾപ്പെടുത്താൻ പറ്റിയ ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പഴങ്ങൾ, വാഴപ്പഴം, ഓറഞ്ച്, തണ്ണിമത്തൻ, മാതളനാരങ്ങ, പച്ചക്കറികൾ, വെള്ളരി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇലക്കറികൾ, ഓട്സ്, ധാന്യങ്ങൾ, ചെറിയ അളവിൽ നട്ട്സ്, ബദാം, വാൾനട്ട്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, മീൻ, മുട്ടയുടെ വെള്ള, പയറുവർഗ്ഗങ്ങൾ എന്നിവ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഏതൊക്കെ ഭക്ഷണങ്ങൾ കുറയ്ക്കണം എന്ന് നോക്കാം. കൂടുതൽ ഉപ്പുള്ള ഭക്ഷണങ്ങൾ, അധികം
ഉപ്പുള്ള ഭക്ഷണങ്ങൾ BP കൂട്ടാം. ഉദാഹരണത്തിന് അച്ചാർ, പപ്പടം, ചിപ്സ്, ബേക്കറി ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, എണ്ണ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, വറുത്ത ഭക്ഷണങ്ങൾ, പ്രോസസ്ഡ് മീറ്റ്, പുകവലിയും മദ്യപാനവും. ഇവ BP മാത്രമല്ല, ഹൃദ്രോഗ സാധ്യതയും കൂട്ടും. ജീവിതശൈലി മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. ദിവസവും വ്യായാമം ചെയ്യുക, ഭാരം നിയന്ത്രിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, നല്ല ഉറക്കം ഉറപ്പാക്കുക, പുകവലി ഒഴിവാക്കുക, മദ്യപാനം കുറയ്ക്കുക. ഇവ പാലിച്ചാൽ ചിലപ്പോൾ ഡോക്ടർ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാം. ചിലർക്ക് മരുന്ന് നിർത്താനും സാധിക്കും. പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെ ആകില്ല. പ്രത്യേകിച്ചും ഷുഗർ ഉള്ളവർ, വൃക്കരോഗമുള്ളവർ, ഹൃദ്രോഗമുള്ളവർ, വർഷങ്ങളായി BP ചികിത്സയുള്ളവർ. ഇവർക്ക് ദീർഘകാല ചികിത്സ ആവശ്യമായി വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BP നോർമലായി എന്ന കാരണത്താൽ മാത്രം മരുന്ന് നിർത്തരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നിൻ്റെ അളവ് മാറ്റുകയോ ഒഴിവാക്കുകയോ ചെയ്യരുത്. കാരണം BP ലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ ശരീരത്തെ ബാധിക്കാൻ കഴിയും. അതിനാൽ BP ചികിത്സ എന്നത് മരുന്ന് മാത്രമല്ല, ശരിയായ ജീവിതശൈലി, സ്ഥിരമായ പരിശോധന, കൃത്യമായ മരുന്ന് ഉപയോഗം, ഇതെല്ലാം കൂടിയാണ് ശരിയായ നിയന്ത്രണം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.